അനുപമമായ മെയ് വഴക്കത്തോടെയും കൃത്യമായ ഗാനാലാപനത്തിലൂടെയും ആസ്വാദക സിരകളിൽ ഒരു ലഹരിയായി ആ യുവാവ് കത്തിപ്പടർന്നു. സംഗീത ചരിത്രത്തിൽ പുതിയ ഏടുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഔന്നത്യത്തിന്റെ പരകോടിയിലേക്ക് അയാൾ നടന്നുകയറി. പോപ്പ് സംഗീതത്തിന്റെ മുടിചൂടാ മനനെന്ന് ലോകം ആ ഇതിഹാസത്തെ വിശേഷിപ്പിച്ചു. ദുഃഖിതരുടെ അരികിലേക്ക് നിറപുഞ്ചിരിയുമായി ആ തീവ്ര മനുഷ്യസ്നേഹി എത്തി. വർണ്ണവർഗ ഭാഷ അതിർവരമ്പുകൾ ഇല്ലാതാക്കി അയാൾ തന്റെ സംഗീതം കൊണ്ട് ലോകത്തെ ഒരുമിപ്പിച്ചു. മാനവികതയുടെ വേദപുസ്തകങ്ങളായി ആ കലാകാരന്റെ സർഗസൃഷ്ടികൾ മാറി. പിന്നെ വിവാദ വേലിയേറ്റം. ലോകാരാധ്യനായ ആ സംഗീതജ്ഞന്റെ താരപരിവേഷം അതിൽ എരിഞ്ഞില്ലാതായി. വെറുമൊരു ടാബ്ലോയിഡ് കാർട്ടൂണായി ആ ജീവിതം പരിണമിച്ചു. ഒടുവിൽ പതനം. നാടോടി കഥയിലെ ദുരന്ത നായകനെ പോലെ അയാൾ തകർന്നടിഞ്ഞു. അരനൂറ്റാണ്ടുകാലം ലോകമെങ്ങും പെയ്തിറങ്ങിയ ആ സംഗീതമാരി അപ്രതീക്ഷിതമായി നിലച്ചു. ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച ആ സംഗീതം വാനം മേഘങ്ങളിലേക്ക് തിരികെ യാത്രയായി. മായാജാലം പോലെ ഒരു ജീവിതം.